നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത പ്രതികൾ ഒളിവിൽ തന്നെ. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം. ഡോക്ടർ റാമിന് പുറമെ മറ്റ് 2 അധ്യാപകർക്കെതിരെയും നടപടി വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ മാനേജ്മെന്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. മരണത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന 1ാം വർഷ BDS ക്ലാസുകൾ പുനരാരംഭിച്ചെങ്കിലും വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ചു. നിതിൻ മരിച്ച് 6 ദിവസം പിന്നിട്ടിട്ടും ആരോപണ വിധേയനായ അധ്യാപകനെ പുറത്താക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയത്. BDS വിദ്യാർത്ഥികൾക്ക് പുറമെ പാരാമെഡിക്കൽ വിഭാഗവും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഡോക്ടർ MK റാമിനെ ഡിസ്മിസ് ചെയ്യുന്നതുവരെ വൈറ്റ് കോട്ട് ധരിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ. മാനേജ്മെന്റിന്റെ മുമ്പിൽ 5 ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചു. റാമിനെ എത്രയും വേഗം പിരിച്ചുവിടുക, ആരോപണ വിധേയരായ മറ്റ് 2 അധ്യാപകരെയും പുറത്താക്കുക, PTA രൂപീകരിക്കുക, സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. പ്രധാനമായും റാംസാനെ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, ഡിസ്മിസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. കൂട്ടത്തിൽ 2 സ്റ്റാഫിനെതിരെ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അവരുടെ കാര്യം കൺസിഡർ ചെയ്യുന്നവർ നമ്മൾ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. 2 സ്റ്റാഫിനെതിരെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ കളക്ട് ചെയ്ത മെയിലിന്റെ അടിസ്ഥാനത്തിലാണ്. ഡോക്ടർ റാമിനെതിരെ നടപടി ആവശ്യപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോഗ്യ സർവകലാശാലയ്ക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകി. ഇയാൾ വളരെ മോശമായ വാക്കുകളാണ് ക്ലാസ്സിൽ ഉപയോഗിക്കൽ. പിന്നെ ഫിസിക്കലായിട്ടും വേറെ കുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക. അതൊക്കെ ഞാൻ മോള് അറിഞ്ഞൊരു കാര്യമാണ്. ആൺകുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് അടുപ്പിക്കുക. ഇയാൾക്ക് നേരിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തല്ലാൻ പറയാം. ഈ പയ്യനെ ശരിക്ക് ഇതൊരു കൊലപാതകം തന്നെയാണ്. ശരിയായ രൂപത്തിൽ അന്വേഷിച്ചാൽ ഇത് ക്ലിയർ ആവുള്ളൂ. ഇതിനിടെ കോളേജിനുള്ളിൽ യൂണിറ്റ് രൂപീകരിച്ച SFI കൊടി നാട്ടി. ഡോക്ടർ റാമിന്റെ എടക്കാടുള്ള ക്ലിനിക്കിലേക്ക് DYFI മാർച്ച് നടത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ അധ്യാപകരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 2 സംഘങ്ങളായി തിരിഞ്ഞ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതിയും ക്യാമ്പസിലെത്തി തെളിവെടുപ്പ് നടത്തും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.